സ്വന്തം റിച്ചൂസാണ്. അപ്പോൾ ഇന്നലെ ഞായറാഴ്ച എല്ലാവരും അടിച്ചു വിളിച്ചോന്നേ. ഇവിടെ വലിയ പ്രത്യേകിച്ച് അങ്ങനൊന്നും ഇല്ലായിരുന്നു. ബീഫ് വാങ്ങിച്ചു, അത് കറി വെച്ചു. പിന്നെ എന്തുവായിരുന്നു, നമ്മുടെ പാവയ്ക്ക വറുത്തരച്ച് തീയിൽ വെക്കത്തില്ല നമ്മൾ, അത്. പിന്നെ മോര്. പിന്നെ നമ്മുടെ മത്തി ഇരിപ്പുണ്ടായിരുന്നു വറക്കാനായിട്ട്. ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ ഇവിടെയേ. അവിടെ എന്തൊക്കെയായിരുന്നായിരുന്നു വിശേഷങ്ങൾ? അവിടെ എന്തൊക്കെയായിരുന്നു ഫുഡ്? സാധാരണ ചങ്ങനാശ്ശേരിക്കാർക്കും കോട്ടയംകാർക്കും ഒക്കെ നമ്മുടെ ഞായറാഴ്ച എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യലായിരിക്കും. അന്നാര് കുറേ ഫുഡുകൾ ഉണ്ടാക്കുന്ന ദിവസമായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ എല്ലും കപ്പയും. അത് ഞാൻ നോക്കട്ടെ, അടുത്ത ഞായറാഴ്ച നമുക്ക് എല്ലും കപ്പ ഉണ്ടാക്കാവേ. സാധാരണ നമ്മൾ ഞായറാഴ്ച ദിവസം അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളുടെ തലേദിവസം രാത്രിയിലൊക്കെയാണ് നമ്മൾ എല്ലും കപ്പയും കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത്. എൻ്റെ ഇവിടുത്തെ കോഴിയാണെങ്കിൽ ഉച്ചയായാലും ഈ കൂവൽ നിർത്തത്തേയില്ല. എനിക്ക് ബീഫായിരുന്നു, ഞാൻ ബീഫ് കൂട്ടത്തില്ല. പക്ഷെ ഇന്നലെ സംഭവമായിരുന്നു ഇവിടെ കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ ഒരു ഗ്ലൂട്ടാത്തോൺ ഇഞ്ചക്ഷൻ IV എടുക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ, കോട്ടയത്തെ. അപ്പം അവിടുത്തെ ക്ലിനിക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് കാണിക്കാം. അപ്പം എനിക്കല്ല, വേറൊരു പേഷ്യൻറ്റിന് IV എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. സംഭവം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട 2 പേര്. അത് ഞാൻ ഇവിടെ വന്ന് പറയാനുള്ള കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ മൂത്ത ആളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കുറച്ച് നാളുകളായിട്ട് കാണിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ്. ഇന്നലെ പോയിടത്തല്ല, വേറെ ഓരോരോ ഡോക്ടേഴ്സിനടുത്ത്. അപ്പം അവനെയും കൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്തുണ്ടല്ലോ ചില ഡോക്ടർമാർ നമ്മൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാകും. ചില ആൾക്കാരുണ്ടല്ലോ, നമ്മൾ ചെന്ന് നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ അവരെല്ലാം ഓക്കെ ആക്കി മരുന്ന് എഴുതി ബൈ ബൈ പറയും. വരുമ്പോഴത്തേക്കുണ്ടല്ലോ, സത്യത്തിൽ നമ്മൾ ഒട്ടും നമ്മുടെ മനസ്സുകൊണ്ട് ഓക്കെ ആയിട്ടായിരിക്കത്തില്ല വരുന്നത്. പല ആൾക്കാരും അങ്ങനെയാണ്. ഇപ്പം എൻ്റെ മാത്രം കേസായിട്ടല്ല, പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് ചെന്ന് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ, നമ്മളുടെ കാര്യങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് തന്നെ മെഡിസിൻ എഴുതി ടാറ്റ പറഞ്ഞ് വിടുന്ന ഡോക്ടർമാരാണ് ഇപ്പം നിലവിൽ കുറച്ച് കൂടുതലായിട്ട്. എനിക്ക് തോന്നുന്നു പഴയ ഡോക്ടേഴ്സ് ഒന്നും അങ്ങനെ അല്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കുറച്ചും കൂടെ അവർ നമ്മളുടെ അടുത്ത് നമ്മൾ എന്ത് പ്രശ്നവുമായിട്ടാണോ ചെല്ലുന്നത് എന്ന് കേൾക്കാൻ തയ്യാറാകുമ്പം തന്നെ നമ്മളുടെ അസുഖങ്ങൾ പകുതി കുറയുവേ. ഡോക്ടേഴ്സ് കൊണ്ട് കേൾക്കാതെ അല്ല, അവരവരുടെ തിരക്ക് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ പെട്ടെന്ന് മെഡിസിൻ എഴുതി തന്നു വിടുന്നത്. പക്ഷെ കാണാൻ ചെല്ലുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരിക്കണമെന്നില്ല. നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ നമ്മളുടെ സംശയങ്ങൾ ചോദിച്ച് അത് തീർത്ത് തരുമ്പോൾ തന്നെ പകുതി അസുഖങ്ങൾ മാറിയായിരിക്കും നമ്മൾ വീട്ടിൽ പോകുന്നത്. വീണ്ടും നമ്മൾക്ക് എന്തെങ്കിലും വയ്യാഴികൾ വന്നാൽ നമ്മൾക്ക് അവിടെ തന്നെ പോകാനായിട്ട് തോന്നുവേ. പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ പോയപ്പോഴത്തേക്ക് അവിടുത്തെ ഡോക്ടറെ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഞാനന്ന് ഓർത്തു, ഇന്ന് വീഡിയോസിൽ അതിനെക്കുറിച്ച് സംസാരിക്കണം. കാരണം അങ്ങനെ തോന്നാറില്ലേ, നമ്മളൊരു വയ്യാഴികയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഒന്ന് സംസാരിച്ച് നമ്മളുടെ വയ്യാഴിക എന്ത് പ്രശ്നവുമായിട്ടാണോ നമ്മൾ പോകുന്നത്, നമ്മളുടെ ആ പ്രശ്നങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ച് അത് കേൾക്കാൻ തയ്യാറായിട്ട് കുറച്ചൊന്ന് ചൂടൊക്കെ കുറച്ച് ഉള്ള ഒരു ഡോക്ടറെ അടുത്താണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നതെങ്കിൽ വീണ്ടും നമ്മൾക്ക് എന്തെങ്കിലും വയ്യാഴിക വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോകാനല്ലേ ആഗ്രഹിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്തോട്ട് പോകാനല്ലേ നമുക്ക് താല്പര്യം തോന്നത്തുള്ളൂ. പ്രശ്നം അത് കേൾക്കാൻ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്ന വ്യക്തി തയ്യാറാകുമ്പോൾ തന്നെ നമ്മളുടെ ആ ഒരു പ്രശ്നങ്ങളുടെ പകുതിയോളം മാറിക്കിട്ടും. കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ റിസൾട്ടുമായിട്ട് ചെല്ലുമ്പോൾ ചില ഡോക്ടർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മളടുത്ത് ഒന്നും തന്നെ സംസാരിക്കത്തില്ല. ചിലപ്പം എക്സ്ട്രാ വേറെ എന്തെങ്കിലും മെഡിസിൻ തന്നു വിടും, അല്ലെങ്കിൽ ഇത് കഴിച്ചാൽ മതി ഓക്കെയോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിടും, അല്ല ഒരാഴ്ച കഴിഞ്ഞ് വാ എന്നായിരിക്കും പറയുന്നത്. പക്ഷെ സത്യത്തിൽ ആ ബ്ലഡ് ടെസ്റ്റിലെ റിസൾട്ടിൽ അതിൽ എന്താണ് എന്നുള്ളത് നമ്മുടെ മനസ്സിലൊരു വലിയ സംശയമായിരിക്കും. പിന്നെ നമ്മൾ പോയി ഗൂഗിൾ അമ്മച്ചിയായിട്ട് അടിച്ച് നോക്കേണ്ടി വരും. അതേസമയം ആ ഡോക്ടർ നമ്മളടുത്ത് ഇന്നതാണ് പ്രശ്നം, അല്ല ഇന്നതുകൊണ്ടാണ് എന്നുള്ളത് പറഞ്ഞിട്ട് ഈ ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ മതി, ഒരാഴ്ച കൊണ്ട് നമ്മളെ ഓക്കെ ആയിക്കോളും എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി വ്യത്യാസമില്ലെന്നേ. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ? എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാര്യങ്ങൾ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. പല സംശയങ്ങളുമായിട്ട് ഒരു ഡോക്ടറുടെ അടുത്ത് ചെല്ലുന്ന ആൾക്കാരായിരിക്കും കൂടുതലും, പ്രത്യേകിച്ച് അമ്മമാർ. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കുറച്ചും കൂടെ ഒരു ആവലാതി അവർക്കുണ്ടായിരിക്കുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെന്നിട്ട് നമുക്ക് വേണ്ട രീതിയിലൊരു മറുപടികൾ കിട്ടിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിസിൻ മാത്രം തന്നിട്ട് ടാറ്റ പറഞ്ഞ് പോക്കോ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ഇരട്ടി സംശയങ്ങളും ഒരു വല്ലാത്ത ഫീലായിട്ടായിരിക്കും നമ്മൾ തിരിച്ചു വരുന്നത്. ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെ ഇത്ര കാലം കഴിഞ്ഞത് മാറും, അല്ലെങ്കിൽ ഇത്ര മെഡിസിൻ എടുത്തു കഴിയുമ്പോൾ മാറും എന്നൊക്കെ പറഞ്ഞാൽ ഇന്നതാണ് ബ്ലഡിലെ റിസൾട്ട് വന്നിരിക്കുന്നത്, ഇന്നത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു വിടുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഒത്തിരി ഒരു സമാധാനമാണേ, അല്ലേ എന്നേ.
വളരെ വ്യക്തമായിട്ട് നമ്മളുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വിടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. കുറച്ച് ഡോക്ടർമാർ ഇനി അവരുടെ തിരക്കുകൾ കൊണ്ടിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എത്ര തിരക്കാണേലും നമ്മൾ പേഷ്യൻസ് ഉണ്ടെങ്കിലല്ലേ ഡോക്ടേഴ്സിനും ഒരു നിലനിൽപ്പുള്ളൂ, അല്ലേ? പേഷ്യൻസ് ഇല്ലാതെ ഡോക്ടർമാർ മാത്രം അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അവർ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് എനിക്ക് പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ പറയുന്നത്. ഞാനും ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്തതാണ്, ഒരു ഡോക്ടറുടെ കീഴിൽ വർക്ക് ചെയ്തതാണ്. അപ്പം എൻ്റെ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്ന പേഷ്യൻ്റ്, അത് എന്ത് പേഷ്യൻ്റ് ആണെങ്കിലും അത് വ്യക്തമായിട്ട് പുള്ളി കേൾക്കാറുണ്ട്. പുള്ളിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ സംശയങ്ങളൊക്കെ തന്നെ സംസാരിച്ച് തീർക്കാറുമുണ്ട് കേട്ടോ. അതിലെനിക്ക് എൻ്റെ ഡോക്ടറെ അടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കാര്യത്തിൽ. അപ്പം ഞാൻ അങ്ങനെ തന്നെ ഉള്ളൊരു ഡോക്ടേഴ്സിനെ ഇന്നലെ കണ്ടപ്പോൾ എനിക്ക് അത് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യണമെന്ന് ഓർത്തെ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അത് വന്ന് പറഞ്ഞത്. നല്ല 2 ഡോക്ടേഴ്സായിരുന്നു. ഞാൻ ഇനി അവിടെ പോകേണ്ട അവസരം ഉണ്ടായാൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അടുത്ത് അത് ഞാൻ പറഞ്ഞുതരാം, ഞാൻ കാണിച്ചു തരാം എവിടെയാണ് പോയതെന്ന്. ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ എൻ്റെ വിശേഷം. അങ്ങനെയൊക്കെ ഞായറാഴ്ച ദിവസം അങ്ങനെ അങ്ങ് പോയി. നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു ഇന്നലെ വിശേഷം? എൻ്റെ കൂട്ടുകാരികളെല്ലാം കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവളുമാരുടെ കമൻറ്റിൽ ഇടുന്നില്ലെങ്കിലും അവർ അല്ലാതെ എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടടി. പിന്നെ ചേച്ചിമാരും സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന് വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട്. എൻ്റെ പൊന്നെണ്ണ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തുവാ ഇത്? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.